പോപ്പ് സംഗീതത്തിന്റെ രാജാവ് എന്ന് അറിയപ്പെടുന്ന മൈക്കിൾ ജാക്സനെ അറിയാത്തവരായി ഇന്ന് ഈ ലോകത്ത് അധികം ആളുകൾ ഉണ്ടാവില്ല. സംഗീത രംഗത്തിനും നൃത്തരംഗത്തിനും കൃത്യമായി ഒട്ടനവധി സംഭാവനകൾ നൽകിയ ഒരു വ്യക്തി എന്നതിനപ്പുറം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും അതുപോലെ തന്നെ നിറത്തിന്റെ അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ട് ഒരു വലിയൊരു പ്രതിഷേധത്തിന്റെ ഒരു തീ ആളുകൾക്കിടയിലേക്ക് കൊണ്ടുവരാനും ആളുകളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനും ഒക്കെ സാധിച്ച ഒരു വലിയൊരു മഹത്തായ ഒരു കലാകാരൻ എന്ന നിലയിലും മൈക്കിൾ ജാക്സൺ ഏറെ പ്രസിദ്ധി നേടിയിട്ടുണ്ട്. മൈക്കിൾ ജാക്സനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതായി ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇന്ന് മൈക്കിൾ ജാക്സനെ പറ്റി കുറച്ചെങ്കിലും കാര്യങ്ങൾ അറിയാത്തതായി ലോകത്ത് അധികം ആളുകൾ ഉണ്ടാവുകയില്ല. അദ്ദേഹത്തിന്റെ ജനന മരണ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അതുപോലെ തന്നെ അദ്ദേഹം സംഗീത രംഗത്തിനും നൃത്തരംഗത്തിനും നൽകിയ വലിയ സംഭാവനകളെ കുറിച്ചൊക്കെ ഇൻഫർമേഷൻ അതിനെ പറ്റിയൊക്കെയുള്ള വിവരങ്ങൾ ഇന്ന് സുലഭമാണ്. പക്ഷേ ചുരുക്കം ചിലർക്ക് മാത്രം അറിയാവുന്ന കുറച്ചു രസകരമായ കാര്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, മൈക്കിൾ ജാക്സൺ തൻ്റെ ജീവിതകാലത്ത് സംഭാവനകളിലൂടെ, അത് നൃത്തരംഗത്തിനാണെങ്കിലും അതുപോലെ തന്നെ തൻ്റെ സംഗീതങ്ങളിലൂടെയും തൻ്റെ മ്യൂസിക്കിലൂടെയും ഒക്കെ വലിയ രീതിയിലുള്ള വരുമാനം നേടിയ ഒരു കലാകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം ഏകദേശം 4.2 ബില്യൺ കോടി US$ അദ്ദേഹം തൻ്റെ ജീവിതകാലത്ത് മാത്രം വരുമാന ഇനത്തിൽ തൻ്റെ സംഗീതത്തിലൂടെ നേടിയിട്ടുള്ളത് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. പക്ഷേ കൗതുകകരമായ ഒരു വസ്തു എന്തെന്നാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹം ഒരുപാട് വരുമാനം അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചു എന്നതാണ്. അതായത് കണക്കുകൾ പ്രകാരം ഏകദേശം 2.1 ബില്യൺ US$ അദ്ദേഹത്തിൻ്റെ മരണശേഷം മാത്രം അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകളുടെ വിറ്റുവരവ് വഴി അതിൻ്റെ ഉടമസ്ഥത സോണി മ്യൂസിക് കമ്പനിക്കാണ്. സോണി മ്യൂസിക് കമ്പനിക്ക് ഏകദേശം 2.1 ബില്യൺ ഡോളറാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം മാത്രം അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകളുടെ വിറ്റുവരവിലൂടെ വരുമാനമായി ലഭിച്ചത്. നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ജീവിതകാലത്ത് ഉണ്ടാക്കിയതിൻ്റെ നേർപകുതിയോളം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും അദ്ദേഹത്തിന് വരുമാനമായി ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ആൽബങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ പാട്ടിന് അത്രയധികം സ്വീകാര്യത അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഉണ്ട് എന്നത് അദ്ദേഹം നിർമ്മിച്ച കലയുടെ ആ ഒരു മഹത്വം അതാണ് വിളിച്ചോതുന്നത്. അദ്ദേഹത്തിന് മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ ഏറെ ഇഷ്ടമായിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം എന്തെന്നാൽ അദ്ദേഹത്തിൻ്റെ കാലിഫോർണിയയിലെ ഭവനം നെവർലാൻഡ് എന്നാണ് ആ ഭവനത്തിന് പേരായി നൽകിയിട്ടുള്ളത്. നെവർലാൻഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല, പക്ഷെ എന്നാലും പീറ്റർ പാൻ എന്ന് പറയുന്ന കുട്ടികൾക്ക് ഇടയിലൊക്കെ ഏറെ കുറച്ച് പ്രശസ്തിയൊക്കെയുള്ള ഒരു കഥാപാത്രത്തിൻ്റെ, ഒരു പുസ്തക കഥാപാത്രത്തിൻ്റെ ഐലൻഡിൻ്റെ പേരാണ് ഈ നെവർലാൻഡ് എന്ന് പറയുന്നത്. അതേ പേര് തന്നെയാണ് മൈക്കിൾ ജാക്സൺ തൻ്റെ ഭവനത്തിനും നൽകിയിട്ടുള്ളത്. ഈ ഭവനത്തെ പറ്റി പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ കോടീശ്വരന്മാരായിട്ടുള്ള കലാകാരന്മാരൊക്കെ തങ്ങളുടെ ഭവനങ്ങളിൽ പലതരം വ്യത്യസ്തതകൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. വലിയ രീതിയിലുള്ള വലിയ പ്രോപ്പർട്ടിയുള്ള അത്രയും വിസ്തീർണമുള്ള സ്ഥലങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് അവിടെയൊക്കെ വലിയ ഭവനങ്ങൾ ഉണ്ടാക്കുന്ന കലാകാരന്മാരെയൊക്കെ നമുക്കറിയാം. പക്ഷേ മൈക്കിൾ ജാക്സന്റെ ഭവനത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ അദ്ദേഹത്തിൻ്റെ ഭവനം ഒരു അമ്യൂസ്മെന്റ് പാർക്ക് കൂടി ആണ് എന്നതാണ്. അതായത് അവിടെ തന്നെ നമ്മളൊരു അമ്യൂസ്മെന്റ് പാർക്കിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ആകർഷിക്കുന്ന പലതരം റൈഡുകളുണ്ട്. റോളർ കോസ്റ്റർ റൈഡുകളാണെങ്കിലും അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കുകൾ പോലെയുള്ള അത്തരത്തിലുള്ള റൈഡുകളൊക്കെ അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് തന്നെ ആ ഒരു ഏക്കറുകളോളം ഉള്ള ആ ഒരു ഭൂമിയിൽ തന്നെ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ നിർമ്മിക്കാൻ ശ്രദ്ധ കൊടുത്തു എന്നതാണ്. അതോടൊപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ മൃഗസ്നേഹത്തിൻ്റെ ഒരു ഉദാഹരണം എന്തെന്നാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ അദ്ദേഹം ഒരു സൂ നിർമ്മിക്കാൻ അദ്ദേഹം പദ്ധതിയിടുകയും അത് നിർമ്മിക്കുകയും ചെയ്തു എന്നതാണ്. ആ സൂവിൽ ഒട്ടനവധി മൃഗങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ടത് 2 ലാമകളെയാണ്. ആ ലാമകളുടെ പേര് ലൂയി എന്നും ലോല എന്നുമാണ്. ഇവരുടെ ഒരു പ്രത്യേകത, ഈ ലൂയിയുടെയും ലോലയുടെയും ഒരു കാര്യം എന്തെന്നാൽ മൈക്കിൾ ജാക്സൺ തൻ്റെ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ 2 ലാമകളെയും കൂടി പലപ്പോഴും തൻ്റെ കൂടെ കൂട്ടും എന്നതായിരുന്നു. പിന്നീട് ഒരു ചെറിയൊരു വിവാദകരമായ ഒരു കാര്യത്തിലേക്കും ഒക്കെ വഴിമാറിയിട്ടുണ്ട്. അതെന്തെന്നാൽ അന്ന് റോക്ക് മ്യൂസിക്കിൻ്റെ തലതൊട്ടപ്പന്മാരിൽ ഒരാളായിരുന്ന ഫ്രെഡി മെർക്കുറി, ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും അധികം പ്രശസ്തി നേടിയിരുന്ന അല്ലെങ്കിൽ റോക്ക് മ്യൂസിക് എന്ന് പറയുന്ന ആ ഒരു ശ്രേണിയെ ഇത്രയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു റോക്ക് ബാൻഡാണ് ക്വീൻ എന്ന് പറയുന്നത്. ആ ക്വീൻ എന്ന് പറയുന്ന ആ റോക്ക് ബാൻഡിലെ ഗായകനായിരുന്ന ഫ്രെഡി മെർക്കുറിയും മൈക്കിൾ ജാക്സനും കൂടി ചേർന്നുകൊണ്ട് ഒരു റെക്കോർഡ് നിർമ്മിക്കുകയും ആ റെക്കോർഡിന്റെ നിർമ്മാണ സമയത്തും മൈക്കിൾ ജാക്സൺ ഞാൻ നേരത്തെ പറഞ്ഞ ഈ 2 ലാമകളെ, അതായത് ഈ ലൂയിയെയും ലോലയും കൂടി തൻ്റെ കൂടെ ആ റെക്കോർഡിന്റെ നിർമ്മാണ വേളയിൽ കൂടെ കൂട്ടുമായിരുന്നു.
അത് പിന്നീട് ഫ്രെഡി മെർക്കുറി ഈ റെക്കോർഡിൻ്റെ ആ ഒരു നിർമ്മാണ ഒരു പ്രക്രിയയിൽ നിന്നും പിന്നീട് പിന്മാറുകയാണ് ഉണ്ടായത്. അതിനെപ്പറ്റി ഫ്രെഡി മെർക്കുറി പറഞ്ഞ പല കാരണങ്ങളുമുണ്ട്. ആ കാരണങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ ഒരു കാരണമാണ് ഈ 2 ലാമകളെ കൂടി മൈക്കിൾ ജാക്സൺ തൻ്റെ കൂടെ കൊണ്ടുവരുമായിരുന്നുവെന്നും ഫ്രെഡി മെർക്കുറിക്ക് ഈ 2 ലാമകളെ, ഈ മൃഗങ്ങളെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എന്നതും ഈ റെക്കോർഡിന്റെ ഒരു നിർമ്മാണത്തിൽ നിന്ന് പിന്തിരിയാൻ ഒരു കാരണമായി മാറി എന്നതാണ്. അദ്ദേഹത്തിന് മറ്റും ഒട്ടനവധി മൃഗങ്ങളും പക്ഷികളും അത്തരത്തിലുള്ള ജീവജാലങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. പുലികളും അതുപോലെ പാമ്പുകളും ജിറാഫുകളും അങ്ങനെ എക്സോട്ടിക് ആയിട്ടുള്ള നമ്മൾക്ക് കേട്ട് കേൾവിയില്ലാത്ത, അതായത് നമ്മൾ ഒരിക്കലും ഒരാളുടെ കൂടെ ഒരു മനുഷ്യൻ കൂടെ നിർത്തി വളർത്തും എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത പല മൃഗങ്ങളും മൈക്കിൾ ജാക്സന്റെ ആ ഒരു സൂവിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം വളർത്തി എന്നത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. അതിൽ പിന്നെയും എടുത്തു പറയേണ്ട ചിമ്പാൻസി, ബബിൾസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ചിമ്പാൻസി, അതെപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു സന്തത സഹചാരിയെ പോലെ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ മരണത്തിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബബിൾസിനെ അദ്ദേഹം തൻ്റെ ആ ഒരു കൂട്ടിൽ നിന്നും പുറത്തു വിടുകയും ചെയ്തിരുന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു കാര്യം, മൈക്കിൾ ജാക്സൺ തൻ്റെ കരിയറിന്റെ ആ ഒരു തുടക്കത്തിൽ നിന്നും പിന്നീട് കുറച്ച് കാലങ്ങൾ മാറുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു രൂപഭാവത്തിൽ വന്ന ആ ഒരു മാറ്റം, അത് പിന്നെ കാലങ്ങളോളം ഇങ്ങനെ ആ ഒരു മാറ്റം തുടർന്നു വന്നു എന്നതാണ്. അതായത് അദ്ദേഹത്തിന്റെ കരിയറിന്റെ തുടക്കത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ഒരു നിറവും ആ ഒരു രൂപവും ഒക്കെ പിൽക്കാലങ്ങളിൽ അദ്ദേഹത്തിന് അതിലൊക്കെ പല മാറ്റങ്ങളും വന്നു. അദ്ദേഹത്തിന്റെ നിറത്തിലും അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ആ ഒരു രൂപത്തിലുമൊക്കെ പല മാറ്റങ്ങളും വന്നു. അപ്പോൾ അന്ന് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഇതിന്റെ കാരണമെന്ന് അദ്ദേഹത്തിന്റെ ഡോക്ടർ പറഞ്ഞിരുന്നത്, അദ്ദേഹത്തിന് വിറ്റിലിഗോ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ട്, ഒരു സ്കിൻ കണ്ടീഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ത്വക്ക് രോഗം ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ഡോക്ടർ അന്ന് സ്ഥിരീകരിച്ചിരുന്നു. പക്ഷെ ഇത് വിശ്വസിക്കാൻ പല ആളുകളും അന്ന് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തയ്യാറായിരുന്നില്ല. പലരും പല ഊഹാപോഹങ്ങളും അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. എടുത്തു പറയേണ്ടത്, അദ്ദേഹത്തിന് തൻ്റെ ആ ഒരു കറുത്ത നിറത്തിനോട് എന്തോ വിദ്വേഷമുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് അദ്ദേഹം പലതരം സർജറികളും ട്രീറ്റ്മെൻറ്റുകളും ചെയ്ത് ആ കറുത്ത നിറത്തെ മാറ്റിയെന്നുമൊക്കെയാണ് പല ആളുകളും അന്ന് വിശ്വസിച്ചിരുന്നത്. പക്ഷേ പിന്നീട് സത്യം പുറത്തു വന്നത് അദ്ദേഹത്തിൻ്റെ മരണശേഷം മാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഓട്ടോപ്സി റിപ്പോർട്ടിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് ഈ വിറ്റിലിഗോ എന്ന് പറയുന്ന ത്വക്ക് രോഗം ശരിക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു നിറം മാറ്റം സ്വാഭാവികമായും ആ ഒരു രോഗത്തിൻ്റെ പേരിൽ സംഭവിച്ചതാണ് എന്നതാണ് യഥാർത്ഥ സത്യം. അദ്ദേഹത്തിന് ബോഡി ഡിസ്മോർഫിയ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു മാനസിക അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഡോക്ടർ തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. അതായത് നമുക്ക് നമ്മുടെ സ്വാഭാവികമായി കിട്ടുന്ന ആ ഒരു ശരീര പ്രകൃതിയോടും അല്ലെങ്കിൽ ആ ഒരു രൂപത്തോടും ഒക്കെയുള്ള എന്തോ ഒരു തരത്തിലുള്ള അതിനെയൊക്കെ എങ്ങനെയെങ്കിലും മാറ്റണം അല്ലെങ്കിൽ അതിനെയൊക്കെ എങ്ങനെയെങ്കിലും കുറച്ചുകൂടി നന്നാക്കണം എന്നൊക്കെയുള്ള ഒരു എപ്പോഴുമുള്ള ഒരു ചിന്തയാണ് ഈ ബോഡി ഡിസ്മോർഫിയ ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബോഡി ഡിസ്മോർഫിയ ഡിസോർഡർ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മൈക്കിൾ ജാക്സൺ തൻ്റെ ആ ഒരു ശരീരത്തിൻ്റെ പ്രകൃതിയെ പറ്റിയും അല്ലെങ്കിൽ തൻ്റെ സൗന്ദര്യത്തെ പറ്റിയും ഒക്കെ ഏറെ ശ്രദ്ധാകുലനായിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണം എന്നത്, അദ്ദേഹം ഉറങ്ങിയിരുന്നത് ഹൈപ്പർബേറിക് ചേംബർ എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണത്തിൻ്റെ സഹായത്തോടു കൂടിയായിരുന്നു. അപ്പോൾ ഈ ഹൈപ്പർബേറിക് ചേംബർ എന്താണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, അത് ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ്. അത് ഒരു വ്യക്തിക്ക് കൃത്യമായി എത്ര അളവിലാണ് ഓക്സിജൻ ലഭിക്കേണ്ടത്, ഏത് പ്രഷറിലാണ് ഒരു വ്യക്തിക്ക് കൃത്യമായ തൻ്റെ ജീവിത പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു പ്രഷറിൽ ശുദ്ധമായ ഓക്സിജൻ നൽകുന്ന ഒരു ഉപകരണമാണ് ഈ ഹൈപ്പർബേറിക് ചേംബർ എന്ന് പറയുന്നത്. അപ്പോൾ എന്നും രാത്രി ഈ ഹൈപ്പർബേറിക് ചേംബറിൽ ഒരുപാട് വർഷങ്ങൾ മൈക്കിൾ ജാക്സൺ ഉറങ്ങിയിരുന്നത് അദ്ദേഹത്തിന് ദീർഘായുസ് ലഭിക്കും എന്ന് ഉള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് എന്ന് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡായിട്ടുള്ള മാറ്റ് ഫിഡേസ് പിന്നീട് അയാൾ നൽകിയ പല അഭിമുഖങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹം ഈ ഹൈപ്പർബേറിക് ചേംബർ ഉപയോഗം നിർത്തുകയും അത് ഒരു കാലിഫോർണിയയിലുള്ള ഒരു ഹോസ്പിറ്റലിന് സംഭാവനയായി നൽകുകയും ചെയ്തു. മൈക്കിൾ ജാക്സന്റെ മരണത്തിന് ഒരു ദശാബ്ദം മുമ്പ് ഒരുപക്ഷെ അദ്ദേഹം മരണപ്പെട്ടേക്കാവുന്ന തരത്തിൽ ഒരു സന്ദർഭം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം, ആ ഭീകരാക്രമണത്തെ ഇന്ന് 9/11 എന്ന പേരിലാണ് നാം എല്ലാവരും അതിനെ കേട്ടിട്ടുണ്ടാവുക. 9/11 മൈക്കിൾ ജാക്സണും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, 9/11 ഭീകരാക്രമണം ഉണ്ടായ അതേ ദിനം മൈക്കിൾ ജാക്സന് ആ വേൾഡ് ട്രേഡ് സെന്ററിൽ
ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം അന്ന് ഉറക്കം എഴുന്നേൽക്കാൻ ഒരല്പം വൈകുകയും അന്നത്തെ ആ മീറ്റിംഗ് പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തു എന്നാണ് പിന്നീടുള്ള റിപ്പോർട്ടുകളിൽ, പിന്നീട് അദ്ദേഹത്തെ പറ്റി വന്നിട്ടുള്ള ബയോഗ്രഫികളിൽ രേഖപ്പെടുത്തുന്ന ഒരു കാര്യം. അതുകൊണ്ട് മാത്രം അന്ന് ആ ട്വിൻ ടവേഴ്സിൽ മൈക്കിൾ ജാക്സൺ ആ ദിവസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 9/11 ആക്രമണങ്ങളിൽ പെട്ട ഒരു ഇരകളുടെ ലിസ്റ്റിൽ അന്ന് മൈക്കിൾ ജാക്സൺ എന്തോ ഭാഗ്യം കൊണ്ട് ഇടം നേടിയില്ല. അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകൾക്ക് വലിയ തരത്തിലുള്ള വിൽപ്പനയാണ് ഉണ്ടായത് എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം വെറും ഒരു വർഷ കാലയളവിൽ മാത്രം 35 മില്യൺ കോപ്പികളാണ് അദ്ദേഹത്തിൻ്റെ ആൽബങ്ങൾ വിറ്റുപോയത്. 1958 യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ജനിച്ച മൈക്കിൾ ജാക്സൺ മരിക്കുന്നത് 2009 പക്ഷേ 2016 മൈക്കിൾ ജാക്സന്റെ മരണത്തിന് ശേഷം 7 വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തിൻ്റെ വരുമാനം ആ ഒരു വർഷം മാത്രം $825 മില്യൺ ആയിരുന്നു. ആ വർഷം ഒരു സെലിബ്രിറ്റി നേടുന്ന ഏറ്റവും വലിയ വരുമാനം മൈക്കിൾ ജാക്സൺ നേടിയതായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം 7 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതകാലത്ത് വളരെ വലിയ തരത്തിലുള്ള വരുമാനം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്കും അദ്ദേഹത്തിൻ്റെ ഷോകൾക്കും ഒക്കെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. വളരെ ആർഭാടകരമായ ഒരു ജീവിതമാണ് പുറത്തുനിന്ന് കാണുന്ന ഏതൊരു വ്യക്തിക്കും, അദ്ദേഹത്തിൻ്റെ ഏതൊരു ആരാധകനും തോന്നുന്നത് ഏറെ ആർഭാടകരമായ ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏറെ സന്തോഷവാനായിരുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്തൊക്കെ ഏറെ ദുരിതങ്ങൾ, മാനസികമായൊക്കെ വല്ലാത്ത സമ്മർദ്ദങ്ങൾ നേരിട്ടിരുന്ന ഒരു കാലഘട്ടമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡായിരുന്ന മാറ്റ് ഫിഡേസ് പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ ബയോഗ്രഫിയിലും അദ്ദേഹം നൽകിയ അഭിമുഖങ്ങളിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് മൈക്കിൾ ജാക്സൺ തന്നെ തൻ്റെ പല അഭിമുഖങ്ങളിലും സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യം എന്നാൽ അദ്ദേഹത്തിന് കൂട്ടുകാരില്ല എന്ന ഒരു വിഷമമായിരുന്നു. അതായത് പല ദിവസങ്ങളിലും രാത്രി അദ്ദേഹം തൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങി തെരുവിലൂടെ നടക്കുകയും ആ തെരുവിൽ നടക്കുന്ന ആരോടെങ്കിലും തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊന്ന് തുറന്നു പറഞ്ഞ് ഒരു സൗഹൃദം സ്ഥാപിക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതായി മൈക്കിൾ ജാക്സൺ തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് 1993 അദ്ദേഹത്തിനെതിരെ ചില ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും കുട്ടികൾക്ക് എതിരെയുള്ള ലൈംഗിക ചൂഷണ ആരോപണങ്ങളായിരുന്നു 1993 ഉണ്ടായത്. പക്ഷേ അതിനെപ്പറ്റി അത് പിന്നീട് ഒരു കേസൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ അത് ഔട്ട് ഓഫ് കോർട്ടായി അദ്ദേഹം ഒത്തുതീർപ്പാക്കി എന്നാണ് പിന്നീട് നമ്മൾ അറിയുന്നത്. അതിനുശേഷം 2000 ആ ഒരു തുടക്കകാലത്തൊക്കെ മൈക്കിൾ ജാക്സൺ ഒരു പരിധിവരെ ആളുകളിൽ നിന്നൊക്കെ വിട്ടുമാറുകയും അദ്ദേഹത്തിൻ്റെ ആരാധകർക്കൊന്നും മുഖം കൊടുക്കാതെയും അഭിമുഖങ്ങളിലൊന്നും പങ്കെടുക്കാതെയും ഒക്കെ പ്രസിൻ്റെയും മാധ്യമങ്ങളുടെയും ഒക്കെ കണ്ണിൽപ്പെടാതെ ജീവിക്കാൻ ഉള്ള ഒരു ത്വരയായിരുന്നു മൈക്കിൾ ജാക്സന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 2000 ആ ഒരു കാലത്തൊക്കെ അദ്ദേഹം കുറച്ചധികം വർഷങ്ങൾ മിഡിൽ ഈസ്റ്റിലുള്ള ഒരു രാജകുടുംബത്തിലെ ഒരു അംഗവുമായി ചിലവഴിച്ചു എന്ന് പിൽക്കാലത്ത് ആരാധകരും മറ്റുള്ളവരും അറിയുന്നു. അതിനുശേഷം 2003 അദ്ദേഹത്തിനെതിരെ വീണ്ടും ഒരു ലൈംഗിക അതിക്രമണ ആരോപണം ഉണ്ടാവുകയാണ്. അതിനെ തുടർന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലേക്ക് തിരിച്ചു വരികയും അതുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹത്തിന് അനുകൂലമായ വിധി ഉണ്ടാവുകയും അദ്ദേഹം നിരപരാധിയാണെന്ന് കോടതി തെളിയിക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ഒട്ടനവധി മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയും ആണ് മൈക്കിൾ ജാക്സൺ. അതുപോലെ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് തൻ്റെ വാഹനങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ പോലും കാശ് ഇല്ലായിരുന്ന ഒരു കാലം ഒക്കെ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡായിരുന്ന മാറ്റ് ഫിഡേസ് പിന്നീട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് തിരിച്ചുവരവ് എന്ന് വിശേഷിപ്പിച്ചിരുന്ന ദിസ് ഈസ് ഇറ്റ് എന്ന് പറയുന്ന ഒരു കോൺസേർട്ട് ജൂലൈ 2009 പ്ലാൻ ചെയ്ത് അതിൻ്റെ ഒരു റിഹേഴ്സലിൻ്റെ ഒരു സമയത്തൊക്കെയാണ് 2009 അദ്ദേഹം ഒരു ഡ്രഗ് ഓവർഡോസ് കാരണം മരണപ്പെടുന്നത്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഡോക്ടറെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് ആ ഡോക്ടർക്കെതിരെ അന്ന് കേസെടുത്തിട്ടുമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന മാറ്റ് ഫിഡേസ് പിന്നീട് പറഞ്ഞിട്ടുള്ളത് മൈക്കിൾ ജാക്സൺ ഈ ദിസ് ഈസ് ഇറ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസേർട്ട് അദ്ദേഹത്തിന് തിരിച്ചുവരവ് എന്നൊക്കെ വലിയ രീതിയിൽ അന്ന് വിശേഷിപ്പിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ആ ഒരു കോൺസേർട്ടിൽ പങ്കെടുക്കാൻ മൈക്കിൾ ജാക്സന് ശരിക്കും താല്പര്യമില്ലായിരുന്നു എന്ന ഒരു വസ്തുതയാണ്.
അദ്ദേഹം ഏറ്റവും അധികം ശാരീരിക പ്രയത്നം എടുത്തത് ഈ ഒരു കോൺസേർട്ടിന് വേണ്ടിയിട്ടായിരിക്കണം. കാരണം ഉറക്കമില്ലാതെ ഒരുപാട് രാത്രികൾ ഈ ദിസ് ഈസ് ഇറ്റ് എന്ന് പറയുന്ന ആ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം അദ്ദേഹം അതിൻ്റെ ഒരു പ്രാക്ടീസിന് വേണ്ടി അദ്ദേഹം ചിലവഴിച്ചു എന്നതാണ് ഒരു സത്യം. തനിക്ക് കിട്ടുന്ന ഒരല്പം ഇടനേരം അദ്ദേഹം തൻ്റെ കുട്ടികളോടൊപ്പം ചിലവഴിച്ചു. ഏകദേശം 10 ഷോകളാണ് ദിസ് ഈസ് ഇറ്റ് എന്ന് പറയുന്ന ആ കോൺസേർട്ടിൽ ശരിക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ആ 10 ഷോകളും ചൂടപ്പം പോലെ വിറ്റുപോയത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ റൈറ്റ്സ് ഓൺ ചെയ്തിരുന്ന ആ ഒരു ഗ്രൂപ്പ് AEG ഗ്രൂപ്പ് അതിനെ പിന്നീട് 50 ഷോകളായി ഉയർത്തുകയും അത് മൈക്കിൾ ജാക്സന്റെ മേൽ ഒരു വലിയ ഒരു സമ്മർദ്ദം ചെലുത്തുകയും ആ 50 ഷോകളിലും തൻ്റെ ഏറ്റവും ഒരിക്കലും ഒരു കാരണവശാലും ആരാധകർക്ക് മടുപ്പുണ്ടാക്കുന്ന ഒരു ഷോയും ചെയ്യാൻ മൈക്കിൾ ജാക്സൺ ഒരു കാലത്തും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം എപ്പോഴും തൻ്റെ ഷോകളിൽ, അദ്ദേഹത്തിൻ്റെ ലൈവ് ഷോകളിൽ തൻ്റെ 100% പ്രയത്നം ഇട്ടുകൊണ്ട് തന്നെയായിരുന്നു തൻ്റെ ഷോകൾ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 50 ഷോകളിലും തൻ്റെ 100% തൻ്റെ കാണികൾക്ക് കിട്ടണം എന്ന ഒരു ചിന്തയിൽ അദ്ദേഹം ഒരുപക്ഷെ ഒരു മനുഷ്യന് താങ്ങാവുന്നതിനും അപ്പുറം, അദ്ദേഹത്തിൻ്റെ അന്നത്തെ ശാരീരിക അവസ്ഥയ്ക്ക് താങ്ങാവുന്നതിനും അപ്പുറമൊക്കെയുള്ള പ്രയത്നം ഇട്ടതും അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടായിരിക്കണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡ്രഗ് ഓവർഡോസും പിന്നീടുണ്ടായ മരണവും എന്നൊക്കെ ആളുകൾ ഇന്നും വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണകാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് കൂട്ടുകാരില്ല എന്നതാണ് അദ്ദേഹത്തെ ഏറ്റവും വിഷമിപ്പിച്ച ഒരു കാര്യം. പല രാത്രികളിലും അദ്ദേഹം ഉറങ്ങാതെ ആരോടെങ്കിലും ഒന്ന് തൻ്റെ ഈ ഒരു മാനസിക സമ്മർദ്ദം ആരുമായെങ്കിലും ഒന്ന് പങ്കുവെക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ തന്നെ ആരെങ്കിലും ഫോണിൽ വിളിക്കുമോ എന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം ആ ഒരു മ്യൂസിക് രംഗത്തുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തുക്കളെന്ന് ആരാധകർ വിശ്വസിച്ചിരുന്ന ആളുകൾ പോലും ആ കാലത്ത് അദ്ദേഹത്തെ ഒരു വട്ടം പോലും ഫോൺ ചെയ്യാൻ പോലും തയ്യാറായില്ല എന്നാണ് മാറ്റ് ഫിഡേസ് പിന്നീട് പറഞ്ഞിട്ടുള്ളത്. നമ്മളെല്ലാവരും ലോകത്ത് എമ്പാടുമുള്ള ആളുകൾ വിശ്വസിക്കുന്നത് പോലെ പോപ്പിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്ന, സ്വതവേ ഒരു ഗായകനായിരുന്നിട്ട് പോലും നൃത്തരംഗത്തിന് പോലും മൂൺവാക്ക്, റോബോട്ട് എന്നൊക്കെ തുടങ്ങിയുള്ള പല ശൈലികളിലൂടെ നിരവധി സംഭാവനകൾ നൽകിയ ഒരു മഹത്തായ കലാകാരനായിരുന്ന മൈക്കിൾ ജാക്സന്റെ ജീവിതം ഏറെ സന്തോഷകരമായി ആയിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ അവസാന കാലം ഒരുപക്ഷെ ഒരു ദുരന്ത പര്യവസായിയായി അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം.